വോയിസ് ഓഫ് മുജീബിലേക്ക് ഏവർക്കും സ്വാഗതം. ഏഷ്യൻ ഗെയിംസിനുള്ള T20 ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു. നിലവിൽ 30 അംഗ സ്ക്വാഡാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് പിന്നീട് ഷോർട്ട് ചെയ്ത് 15ലേക്ക് ചുരുക്കും. ആ 30 അംഗങ്ങളിൽ സഞ്ജു സാംസന് തന്നെയാണ് ക്യാപ്റ്റനായിട്ട് മുൻഗണന നൽകിയിട്ടുള്ളത്. ക്യാപ്റ്റനാവാൻ സാധ്യതയുള്ള മറ്റൊരു താരം ഹർദിക് പാണ്ഡ്യയാണ്. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ഏകദിനത്തിലേക്ക് സഞ്ജു സാംസനെ പരിഗണിച്ചിരുന്നില്ല എങ്കിൽ പോലും ഇവിടെ ആ അർഹതപ്പെട്ട അംഗീകാരം സഞ്ജു സാംസനെ തേടിയെത്തുകയാണ്. ഏഷ്യൻ ഗെയിംസിൻ്റെ അതേ സമയത്ത് തന്നെ വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള പരമ്പര നടക്കാനുണ്ട്. ആ ഒരു സമയത്ത് 2 ടീമുകളായിട്ടായിരിക്കും തിരഞ്ഞെടുക്കപ്പെടുക. ഒന്ന് ഏഷ്യൻ ഗെയിംസിലേക്കും ഒന്ന് വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള മത്സരത്തിലേക്കും. എന്നാൽ മറ്റൊരു പ്രത്യേകത, ഈ 30 അംഗ സ്ക്വാഡിൽ ശുഭ്മാൻ ഗില്ലും സൂര്യകുമാർ യാദവും ഇടം പിടിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, സഞ്ജു സാംസൺ കഴിഞ്ഞ T20 വേൾഡ് കപ്പിൽ മിന്നും പ്രകടനമാണ് കാഴ്ചവെച്ചത്. സഞ്ജു സാംസന്റെ കരുത്തിൽ തന്നെയായിരുന്നു ഇന്ത്യ വേൾഡ് കപ്പ് നേടിയത്. അവിടുന്ന് അങ്ങോട്ട് ഏകദിനത്തിൽ കൂടി സഞ്ജു സാംസനെ പരിഗണിക്കണമെന്ന് രവി ശാസ്ത്രിയെ പോലത്തെ മുൻകാല ക്രിക്കറ്റർമാരിൽ നിന്ന് അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു. എങ്കിൽ പോലും അഫ്ഗാനിസ്ഥാനെതിരെയുള്ള സ്ക്വാഡിൽ സഞ്ജു സാംസനെ ഉൾപ്പെടുത്തിയിരുന്നില്ല. പക്ഷേ ഇവിടെ ഇതാ T20യിൽ ക്യാപ്റ്റനായിക്കൊണ്ട് തന്നെയാണ് സഞ്ജു സാംസനെ നിലവിൽ പരിഗണിച്ചിട്ടുള്ളത്. ഏഷ്യൻ ഗെയിംസ് സെപ്റ്റംബർ 24 മുതൽ ഒക്ടോബർ 3 വരെയുള്ള തീയതികളിലാണ് നടക്കുന്നത്. അതിലേക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള ആ 30 അംഗ സ്ക്വാഡ് നമുക്കൊന്ന് പരിശോധിക്കാം. യുവതാരങ്ങളെയും സീനിയർ താരങ്ങളെയും എല്ലാം മിക്സായി പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ലിസ്റ്റ് പുറത്തുവിട്ടിട്ടുള്ളത്. ടോപ്പ് ഓർഡർ ബാറ്റർമാരായിട്ട് 7 പേരെയാണ് ലിസ്റ്റിലേക്ക് പരിഗണിച്ചിട്ടുള്ളത്. ജയ്സ്വാൾ, അഭിഷേക് ശർമ്മ, ശ്രേയാസ് അയ്യർ, തിലക് വർമ്മ, വൈഭവ് സൂര്യവംശി സീനിയർ ടീമിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്ന സന്തോഷകരമായ വാർത്ത. ആയുഷ് ബദോണി, ഗെയ്ക്വാദ്. വിക്കറ്റ് കീപ്പർ ബാറ്റേഴ്സായിട്ട് 4 പേരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന് സഞ്ജു സാംസൺ തന്നെയാണ്. ക്യാപ്റ്റൻസി കാൻഡിഡേറ്റ് ആയിട്ടാണ് സഞ്ജു സാംസനെ പരിഗണിച്ചിട്ടുള്ളത്. പിന്നീടുള്ള വിക്കറ്റ് കീപ്പർമാർ ഋഷഭ് പന്ത്, ഇഷാൻ കിഷൻ, ജൂറൽ. ടോട്ടൽ 4 വിക്കറ്റ് കീപ്പർമാരെയാണ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓൾറൗണ്ടർമാരായിട്ട് 10 പേരെയാണ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഒന്നാമത് നിൽക്കുന്നത് ഹർദിക് പാണ്ഡ്യയാണ്. ക്യാപ്റ്റൻസി കാൻഡിഡേറ്റ് ആയിട്ട് കൂടിയാണ് ഹർദിക് പാണ്ഡ്യയെയും പരിഗണിച്ചിട്ടുള്ളത്. നിലവിൽ ക്യാപ്റ്റനാകാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ഒന്നിരിക്കൽ സഞ്ജു സാംസൺ, അതല്ലെങ്കിൽ ഹർദിക് പാണ്ഡ്യ. ശ്രേയാസ് അയ്യരെ ക്യാപ്റ്റൻസിയിലേക്ക് പരിഗണിക്കുമെന്ന് കരുതിയിരുന്നു. പക്ഷേ നിലവിൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് സഞ്ജു സാംസൺ, അതല്ലെങ്കിൽ ഹർദിക് പാണ്ഡ്യ. ഇവരിൽ 2 പേരിൽ ഒരാൾക്കാണ്. ഹർദിക് പാണ്ഡ്യ, അക്സർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ, ശിവം ദൂബെ, ഷഹബാസ് അഹമ്മദ്, റിങ്കു സിംഗ്, നിതീഷ് കുമാർ റെഡ്ഡി, അങ്കുൽ റോയ്, ഹർഷ് ദൂബെ, വിബ്രാജ് നിഗം. ഇങ്ങനെ 10 പേരെയാണ് പരിഗണിക്കപ്പെട്ടിട്ടുള്ളത്. ബൗളർമാരായിട്ട് 9 പേരെയാണ് പരിഗണിക്കപ്പെട്ടിട്ടുള്ളത്. ജസ്പ്രീത് ബുംറ, അർഷദീപ് സിംഗ്, കുൽദീപ് യാദവ്, വരുൺ ചക്രവർത്തി, ഹർഷിത് റാണ, രവി ബിഷ്ണോയ്, യാഷ് താക്കൂർ, പ്രസീദ് കൃഷ്ണ, ഖലീൽ അഹമ്മദ് എന്നിങ്ങനെയാണ് 30 അംഗ ലിസ്റ്റ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൽ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ 15 അംഗ ലിസ്റ്റ് ഷോർട്ടാക്കിയിട്ടായിരിക്കും ഏഷ്യൻ ഗെയിംസിനുള്ള ടീമിനെ പ്രഖ്യാപിക്കുക. അതേ സമയത്ത് തന്നെ വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള 1 ഡേ T20 മത്സരങ്ങൾ നടക്കാനുണ്ട്. രണ്ടും ഒരേ സമയത്ത് നടക്കുന്നത് കൊണ്ട് തന്നെ 2 T20 ടീമുകളെ പ്രഖ്യാപിക്കാൻ തന്നെയാണ് സാധ്യത കാണുന്നത്. മലയാളികൾ ആഗ്രഹിച്ചതുപോലെ ക്യാപ്റ്റൻസി സഞ്ജു സാംസണിലേക്ക് വന്നു ചേരും എന്നതിൽ യാതൊരു തർക്കവുമില്ല. സഞ്ജു സാംസന് ഇന്ത്യയുടെ T20 ക്യാപ്റ്റനായി വരാനും മികവുറ്റ പ്രകടനങ്ങൾ കാഴ്ചവെക്കാനും സാധ്യമാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടുമെത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.